Hello everyone, welcome to Pram's Kitchen. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഫലൂഡ ആണ്. ചൂട് ക്ലൈമറ്റിലൊക്കെ നമുക്ക് റിഫ്രഷ് ആവാനായിട്ട് പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഫലൂഡ. ഇതിനെ ഡ്രിങ്ക് എന്നോ ഡെസേർട്ട് എന്നോ ഒക്കെ പറയാം. ഈസി ആയിട്ട് എങ്ങനെയാണ് ഫലൂഡ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റാന്ന് കാണാം. 500 ml ചിൽഡ് മിൽക്ക് എടുത്തു വച്ചിട്ടുണ്ട്. ഈ ചിൽഡ് മിൽക്കിലേക്ക് ഞാൻ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 3 ടേബിൾ സ്പൂൺസ് റോസ് സിറപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ചിയ സീഡ്സ് വേണം. ചിയ സീഡ്സ് സോക്ക് ചെയ്തെടുക്കണം. ആക്ച്വലി ട്രഡീഷണൽ ഫലൂഡയിൽ യൂസ് ചെയ്യണത് ബാസിൽ സീഡ്സ് ആണ്. ബാസിൽ സീഡ്സിന് ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ചിയ സീഡ്സ്. 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണ്. 20 to 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ ദാ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് വെർമിച്ചെല്ലി ആഡ് ചെയ്യാം. നമ്മളൊക്കെ പറയാറില്ലേ വെർമിസെല്ലി, അതാണ് വെർമിച്ചെല്ലി. അതായത് നമ്മുടെ സേമിയയുടെ തന്നെ തിൻ വേർഷനാണ് കേട്ടോ യൂഷ്വലി ഫലൂഡയ്ക്ക് യൂസ് ചെയ്യണത്. 5 മിനിറ്റ് തിളപ്പിക്കേണ്ടി വന്നു ഈ സേമിയ കുക്കാവാനായിട്ട്. അതിനുശേഷം ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ട് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഫലൂഡ എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് കാണാം. ഫലൂഡ സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ് ഞാൻ ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദാ പുറത്തേക്ക് എടുത്തിട്ട് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. സ്ട്രോബെറി സിറപ്പിന് പകരം സ്ട്രോബെറി ജെല്ലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബേസ് നമ്മൾ സ്ട്രോബെറി ജെല്ലി അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പം ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ റോസ് സിറപ്പ് തന്നെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി. ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിയ സീഡ്സ് ഇല്ലേ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തെടുത്തിട്ടുള്ള വെർമിച്ചെല്ലി അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിൽഡ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ, റോസ് സിറപ്പും ഷുഗറും ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വെനില ഐസ്ക്രീമാണ് വേണ്ടത്. ഓരോ സ്കൂപ്പ് വെനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയർ വീണ്ടും ഓരോ ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെർമിച്ചെല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്ലാസ് നമുക്ക് നിറയ്ക്കണ്ടേ, കുറച്ചുകൂടി ചിൽഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഫലൂഡ ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. ഇനി നമുക്കൊന്ന് ഭംഗിയാക്കിയാൽ മതി. ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഐസ്ക്രീം പോരാൻ തോന്നി, അതുകൊണ്ട് ഞാൻ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ഇല്ലേ, ഇപ്പം മാംഗോസ്, സ്ട്രോബെറീസ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിനൊപ്പം ലെയർ ചെയ്യാം. അപ്പോൾ ദാ കണ്ടോ നമ്മുടെ ഫലൂഡ റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊന്നും പോയി ഫലൂഡ കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.